അൻസിബയാണോ ക്യാപ്റ്റൻ അതോ ഋഷിയാണോ ക്യാപ്റ്റൻ? കാരണം അൻസിബയാണ് ഭരിക്കുന്നത്. അൻസിബയുടെ കുത്തിത്തിരിപ്പും ഏഷണിയും ഇതെല്ലാം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഇത്രയും നാൾ അൻസിബ ഒന്നും മിണ്ടാതിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ അൻസിബയുടെ ഗെയിമാണെന്നൊക്കെ പറഞ്ഞ് എനിക്കങ്ങ് തള്ളാൻ പറ്റത്തില്ല. കാരണം എല്ലാ കാര്യങ്ങളും അൻസിബ വീക്ഷിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ഓക്കെ, എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയും പോലെ ഋഷിയെ പിടിച്ച് അടിമ കണ്ണാക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കുതിരപ്പുറത്തിരുന്ന് ഇങ്ങനെ പോകുന്ന ഒരു ലെവലാണ് അൻസിബയുടെ ഗെയിം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2-3 ദിവസം പ്രേക്ഷകർ എൻ്റെ പൊന്നെ അൻസിബ വാ തുറന്നെന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കുമായിരിക്കാം. പക്ഷേ അങ്ങോട്ട് പോകെ ഇതേ സ്വഭാവമാണെങ്കിൽ അൻസിബ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ഓളിയായിട്ട് മാറും. കാരണം ഏഷണിയും പരദൂഷണവും ഒക്കെ ഇപ്പോൾ കമ്മിറ്റി തുടങ്ങിയിരിക്കുന്നത് അൻസിബയാണ്. നോറയും കൂടെ കൂട്ടുപിടിച്ചിട്ടുണ്ട്, അറിയാമല്ലോ. എങ്കിൽ പറയേണ്ടതാ, ടോപ്പിലാണ്. ഒരു ദിവസം പവർ റൂമിൽ കയറി ഒരൊറ്റ ദിവസമേ ആയിട്ടുള്ളൂ. എല്ലാവരെയും തകർക്കണം. ഇതിന് കൂട്ടുപിടിച്ചിരിക്കുന്ന ആരെയാണ്? ഋഷിക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല. അൻസിബ എൻ്റെ പെങ്ങളൂട്ടി. പക്ഷേ അൻസിബയാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഇവനെ വെച്ചിടാ അങ്ങനെ ചെയ്യണം കേട്ടല്ല, നീ എൻ്റെ അനിയനാണ് ഡാ, അവരാ ടീമേ ഡാ, അവർക്ക് ഈ പണിയേ ഡാ. ഇത്രയും പേര് പവർ റൂമിലെ മൊത്തം ഭരണം അൻസിബ രാജമാതയുടെ കയ്യിലാണ്. ഋഷിയെ പറഞ്ഞാൽ മതിയല്ലോ, അൻസിബയുടെ മിടുക്ക്. ഞാനിപ്പോൾ പറഞ്ഞു, അൻസിബ കളിക്കുന്ന ഏഷണിയോ പരദൂഷണമോ കമ്മിറ്റിയോ അല്ലെങ്കിൽ അൻസിബയുടെ അടിമക്കണ ഋഷിയോ എന്തോ ആവട്ടെ, അൻസിബയുടെ മിടുക്ക്. ഈ പറയുന്ന പോലെ ഋഷി അവിടെ ആരായി? മണ്ടനായി, അടിമക്കണ്ണായി. ഈ പറയുന്ന അൻസിബ കേട്ടോണ്ട് ഇവരൊക്കെ ഇൻഡിവിജ്വൽ പ്ലേ കളിക്കാനല്ലേ വന്നത്? ഇത്രയും നാളും ഈ പറയുന്ന ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഗ്രൂപ്പ് കളി കണ്ട് സഹി കെട്ട് അതൊന്ന് തീർന്ന് കിട്ടി. ജാസ്മിൻ ഒന്ന് ഇൻഡിവിജ്വൽ പ്ലേ കളിച്ച് തുടങ്ങിയപ്പോൾ മറുവശത്ത് അടുത്ത് പൊങ്ങി ഋഷിയും അൻസിബയും. ഇത്രയും കാലവും അത് ഇരുന്ന് 2 അറ്റത്തോട്ടായിരുന്നെങ്കിൽ ഇപ്പം 2 പേര്, ഒരാൾ ക്യാപ്റ്റന്, ഒരാൾ പവർ റൂം. പെങ്ങളൂട്ടിയെ പിടിച്ച് പവർ റൂമിലിട്ട് ആങ്ങള ഭയങ്കരമായിട്ട് ഇവിടെ നിൽക്കുവാണ്. അങ്ങനെ ആ ഒരു സംഭവമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോണ്ടിരിക്കുക. ഈ അൻസിബ ഭരിക്കുന്നു, അൻസിബ പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ പറയണേ ഈ ബിഗ് ബോസിൻ്റെ സൗണ്ട് പെണ്ണിൻ്റെ സൗണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി അതും സമ്മതിക്കും. ആ ലെവലാണ് ഋഷിയുടെ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നോറയ്ക്കെതിരെ ഒരു വൻ സംഖ്യം വീടിനകത്ത് തന്നെ തിരിഞ്ഞിട്ടുണ്ട്. സിജോയും ജാസ്മിനും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഇവർ 2 പേരുടെ ഒരുമിച്ച് നിന്ന് കളിക്കാൻ തുടങ്ങി. ആര്? സിജോയും ജാസ്മിനും കൂടെ. മുഖ്യ ശത്രു നോറയാണ്. ഈ മുഖ്യ ശത്രു നോറയെ വെച്ചുകൊണ്ട് സിജോയും ജാസ്മിനും ഒരുമിച്ച് നിന്ന് കളിക്കുമ്പോൾ ഉള്ളൊരു നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നോറയെ തളർത്തി വീഴ്ത്താൻ പറ്റും. പക്ഷേ ഇപ്പോൾ കാണുന്ന ഒരാഴ്ചയായിട്ടുള്ള നോറയെ കരയുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കരയുന്നത് ആരും കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് പറയണത്, ഞാൻ പറയട്ടെ, ഈ 50, 60, ഈ 55, 50 ദിവസമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നോറ ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എനിക്ക് പറ്റത്തില്ല. ഈ 50 ദിവസവും കരഞ്ഞുകൊണ്ടിരുന്ന നോറ 51ാമത് മുതൽ ഇന്നത്തെ ദിവസം വരെ 57 ദിവസമല്ലേ ആയുള്ളൂ, കരയുന്നില്ല. പെട്ടെന്നുണ്ടായ ഒരു സഡൻ ചേഞ്ച്. എന്താണ് അതിന് കാരണം? സിജോ വന്നതിന് ശേഷം നോറ കരയുന്നില്ല. കാരണം നോറയുടെ കള്ളി സിജോ വെളിച്ചത്താക്കി. നീ ക്യാമറ നോക്കി കരയുന്നവളാണ്, ബാത്റൂമിലെ ക്യാമറ നിനക്ക് എഴുതി തന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് നീ എന്ത് ചെയ്യുക, നീ കരയാതെ ഇങ്ങനെ നിൽക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നിന്റെ കാര്യം. അതിനുശേഷം ഇവൾ കരയുന്നില്ല. ഇവളുടെ ഗെയിം പൊളിഞ്ഞു, ഇവൾ മൊത്തം തകർന്നു. അതെന്തായാലും സിജോ പൊളിച്ചടുക്കി വിട്ടു. അതോടുകൂടി ഇവളിപ്പോൾ പ്രൊവോക്കിംഗ് ആണ്. ആരെ? നോറ നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രൊവോക്കിംഗ് ആണ്. ഇപ്പോൾ ജിൻഡോയ്ക്കൊന്നും തീരെ സ്പേസ് കിട്ടുന്നേ ഇല്ല. സത്യം പറഞ്ഞാൽ ജിൻഡോയും ജാസ്മിനോടെ ഗബ്രിയുടെ പേര് പറഞ്ഞ് മുടക്കാവുന്നതാണ് ഇന്നലെ പ്രൊമോയിൽ കാണിച്ചെങ്കിലും അതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. രാത്രി നോറ രാവിലെ കൊണ്ടിട്ടുള്ള തുണി എടുക്കാൻ മറന്നുപോയി ബാത്റൂമിൽ നിന്ന്. അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു വിഷയമാക്കി മാറ്റി. ജാസ്മിനും നന്ദനയും സിജോയും കൂടെ ചേർന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ നോമിനേഷൻ ഡേ ആയിരുന്നു ഇന്ന്. 7 പേർ നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. ശരണ്യെ ഡയറക്റ്റ് ആയിട്ട് പവർ റൂം നോമിനേറ്റ് ചെയ്തു. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പിസോഡിൽ കണ്ടന്റിൻ്റെ പൂരമായിരുന്നു. ബിഗ് ബോസ് പ്ലസ് ഒക്കെ ഇപ്പോൾ 12 മണിക്കാണ് ഇപ്പോൾ തീരുന്നത്. അത്ര ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ പറയാനായിട്ട്. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഡേ 57 മെയ് 6-ാം തീയതിയിലത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ജാസ്മിൻ രാവിലെ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് സീക്രട്ട് റൂമിലാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് പറ്റുന്നില്ലടാ, കുഴപ്പമില്ല, മാറുമായിരിക്കും അല്ലേ,
ഉറങ്ങാൻ പോലും എനിക്ക് പറ്റുന്നില്ലടാ, ഉറക്കം ഫുള്ള് നീയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ജാസ്മിൻ്റെ ഇന്നസെൻ്റ് ആണെന്ന്. നോക്കിക്കോ, പറഞ്ഞുതരാം. പിന്നീട് അഭിഷേകും സായും കൂടെ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അഭിഷേക് പറയാണ് ഒറ്റപ്പെട്ട് പോയല്ലേ സായി, അഭിഷേക് ഇവിടെ ഒറ്റപ്പെട്ട് പോയല്ലേ. അപ്പോൾ സായി പറയണം എടാ ഗെയിം വ്യൂവിൽ കാണാൻ അവളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ജാസ്മിൻ ഇതേസമയം ഫോട്ടോ നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ഗബ്രി, ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ സായിയും അഭിഷേകും സായി പറയണ് ഇങ്ങനെ ഇവളെ വിട്ട് കഴിഞ്ഞാൽ ഇവളെ മിസ്സിങ് അടിച്ച് ഗെയിമിൽ നിന്ന് ഇവളെ പുറത്ത് പോകും. ആ അഭിഷേക് അഭിനയ സിംഹമേ. അപ്പോൾ സായി അങ്ങനെയൊന്നും അല്ലടാ. പിന്നീട് ജാസ്മിനും ഋഷിയും കൂടെ സംസാരിക്കുകയാണ്. ജാസ്മിൻ എന്നെ നീ നെസ്റ്റിലാക്കാമോ, കാരണം നെസ്റ്റിലാണല്ലോ ഗബ്രി അവസാനമായിട്ട് കിടന്നത്. അത് എനിക്ക് ഇത്തിരി ഓവറായിട്ട് തോന്നി. ഗബ്രി അടുത്ത് സ്നേഹമുണ്ട്, കാര്യമുണ്ട്, എല്ലാം ശരി തന്നെ. പെട്ടെന്ന് നീ പറയുന്ന ജാസ്മിൻ എടാ നീ ഇന്നലെ ഇന്ന് ടീം ക്യാപ്റ്റൻ തിരിക്കുമ്പോൾ നീ എന്നെ പിടിച്ച് നെക്സ്റ്റ് ടീമിലാക്കുമോ, കാരണം അപ്പം പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഗബ്രി കിടന്ന ബെഡിൽ പോയി കിടക്കാനാണ് അവിടെ ഇരിക്കാറുള്ളത്. അപ്പം അതൊക്കെ എനിക്ക് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. അപ്പം ഋഷി എന്താ സംഭവം, അപ്പം ജാസ്മിൻ ആരുടെ കൂടെ ആയാലും കുഴപ്പമില്ല, നീ നെക്സ്റ്റിലാക്കോ, ഇതുവരെ പ്ലാനൊന്നും ആയിട്ടില്ല, നോക്കാം കേട്ടാ. അപ്പം ജാസ്മിൻ ടൈം എടുത്ത് ഞാൻ ഓക്കെ ആവുമായിരിക്കും അല്ലേ, ഓക്കെ ആവും. പിന്നീട് അപ്സരയും ജാസ്മിനോട് സംസാരിക്കുകയാണ്. അപ്സര പറയാണ് അവൻ വരുന്നത് അപ്സര ജാസ്മിൻ പറയണേ അവൻ വരുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ ജാസ്മിൻ മനസ്സ് പറയുന്നുണ്ടാവും വരുമെന്ന്, ഞാൻ ഒരാഴ്ച എന്തോന്ന് ചെയ്യും, സീക്രട്ട് റൂമിൽ അവനാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും. അവനെ വഴക്കുണ്ടാക്കിയ സമയമൊക്കെ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും നാളുള്ളൊരു ബലം വരുന്ന ചേച്ചി അവൻ പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അടുത്ത ആഴ്ച അവൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച എനിക്ക് പുറത്ത് പോകണം, അല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല അവനില്ലാതെ ഇവിടെ നിൽക്കാൻ. ഞാൻ അവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല ചേച്ചി. അപ്പോൾ ജാസ്മിൻ റസ്മിനോട് പിന്നീട് റസ്മിൻ ചോദിക്കുകയാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഒരു കാര്യത്തിൽ, നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിരുന്നോ നീയും ഗബ്രിയും, നിങ്ങളുടെ ഇടയിൽ എന്താ നടന്നത്? അപ്പോൾ ജാസ്മിൻ എന്ത് പ്രീ പ്ലാൻഡ്, എന്തോ നീ ഉദ്ദേശിക്കുന്നത് പറയാൻ എനിക്ക് മനസ്സിലായില്ല. അത് തന്നെ നമ്മുടെ റിലേഷന്. നീ എന്തോന്ന് റസ്മിനെ പറയുന്നത്, ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു ഞാൻ കേൾക്കും, നീ ഇത് ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാം റസ്മിൻ. ഞാൻ കണ്ട സിറ്റുവേഷൻ, അനുഭവം, നിങ്ങളുടെ പെരുമാറ്റം, രീതി, ഇതെല്ലാം എടുത്തിട്ട് എനിക്ക് പലപ്പോഴും അടിക്കാൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ജാസ്മിൻ ഈ ലോകത്ത് ആരെതിരെ നിന്ന് കഴിഞ്ഞാൽ അവനും എനിക്കും അറിയാം സത്യം എന്താണെന്ന്, നമ്മുടെ ഇടയിൽ എന്താണുള്ളതെന്ന് അവനും എനിക്കും അറിയാം. അൻസിബ, നോറ, ഋഷി ഇവര് പവർ റൂമിൽ ഇരിക്കുകയാണ്. അൻസിബ പറയാണ് അർജുനെ ഫ്ലോറിലിടണം, നീ ആദ്യം ക്യാപ്റ്റൻ ഏത് ടീമിലെ ആൾക്കാരാണോ ജോലി ചെയ്യാത്തത് ആ ടീമിലെ ക്യാപ്റ്റനെ നീ ക്വസ്റ്റ്യൻ ചെയ്യണം, കേട്ടല്ലോ അൻസിബ രാജമാത. അപ്പം ക്യാപ്റ്റന് നമുക്ക് പവർ കൊടുത്തിട്ട് ക്യാപ്റ്റനെ കൊണ്ട് എന്ത് ചെയ്യാം, അവരെ പണിഷ് ചെയ്യിപ്പിക്കാം. അവരുടെ മുറി ക്യാപ്റ്റൻ തന്നെ, ഇപ്പോൾ ഓരോരുടെ മുറി വൃത്തിയാക്കിയില്ലെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ പണിഷ് ചെയ്യട്ടെ, ഓരോരുത്തരുടെ മുറി അവരവർ തന്നെ ക്ലീൻ ആക്കണം എന്നൊരു റൂള് കൊണ്ടുവരാം. അപ്പം എല്ലാം ഋഷിക്ക് ഓതി കൊടുക്കുകയാണ്. പിന്നീട് ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ നോക്കിയിട്ട് അവൾ എന്തിനാ എന്നാലും ഇങ്ങനെ പറഞ്ഞത് ഗബ്രി, സിജോയും അർജുനും കൂടി. സിജോ പറയുന്നു മെയിൻ റീസൺ, അവൾ പോകാനുള്ള മെയിൻ റീസൺ ജാസ്മിനാണ്. അപ്പോൾ അർജുൻ അവൻ മനസ്സിലാക്കുമായിരിക്കും അല്ലേ പുറത്ത് പോയിട്ട്, മനസ്സിലാക്കും, അവൻ അഡിക്റ്റഡ് ആയിപ്പോടാ, പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടുപേരും അഡിക്റ്റഡ് ആയിപ്പോയി. അപ്സരയും റസ്മിനും. അപ്സര പറയാണ് കളി കാര്യമായതുപോലെയാണ് എനിക്ക് തോന്നുന്നത് രണ്ടുപേരുടെയും കാര്യം. ഇപ്പം അവർക്ക് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ അവസ്ഥയാണ്. അപ്പോൾ റസ്മിൻ ഞാൻ കണ്ടതാണ്, അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ഞാൻ കണ്ടതാണ്. അപ്പോൾ ഋഷിയും അൻസിബയും നോറയും. പിന്നീട് ഋഷി പറയാണ് ഓക്കെ ആണ്, അവൾ വന്നിട്ട് ജാസ്മിനെ കളിയാക്കിയിട്ട് ഞാൻ അവിടുത്തെ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എൻ്റെ കയ്യിൽ പറഞ്ഞു എടാ എന്നെ നെസ്റ്റിലിടുവോടാ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഞാൻ ചോദിച്ചു ഒന്നുമില്ല ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ നോറ പറയാണ് അവൾ സ്വിച്ച് ഇട്ട പോലെ അവളെ ഇമോഷൻ മാറുമോ, ഇത്രയും ദിവസം അങ്ങനെ നിന്നവള് അവൻ പെട്ടെന്ന് പോയപ്പോൾ സ്വിച്ച് ഇട്ടാണ് അവളെ ഇമോഷൻ കരഞ്ഞുകൊണ്ടിരുന്ന അവൾ എങ്ങനെ ചിരിച്ചത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ജാസ്മിൻ കരഞ്ഞുകൊണ്ടിരുന്ന് ചിരിച്ചത് തെറ്റ് തന്നെയാണ്, ജാസ്മിൻ കാണിക്കുന്ന കള്ളം തന്നെ. ഈ നോറ കാണിക്കുന്നത് എന്താ, ജാസ്മിൻ ചെയ്തത് തെറ്റാ, നോറ കാണിക്കുന്നത് എന്താ, 50 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നിട്ട് 51ാമത്തെ ദിവസം ചിരിക്കുന്നത്, 52, 53, 54 ഒക്കെ ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ജാസ്മിനും നോറയും സെയിം വേ ആണ്, കുറെ കൂടി ഭേദം ജാസ്മിനാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നോറ ഈ പറഞ്ഞതൊക്കെ 50 ദിവസം കരഞ്ഞുകൊണ്ട് കിടന്നു, ലവള ഒരു ദിവസം കരഞ്ഞു, വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴും നമ്മൾ കണ്ടല്ല, വീട്ടിൽ നിന്ന് വിളിച്ചു, ആ ഒരു ദിവസം കരഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ഋഷി ക്യാപ്റ്റൻ ആവുന്നു. പവർ റൂമിലേക്ക് റസ്മിൻ, അഭിഷേക്, നോറ, അൻസിബ ഇവരെ ആക്കുന്നു. പിന്നെ ഡെന്നിലേക്ക് ജിൻഡോ, അർജുൻ, ശ്രീതു. നെസ്സിലേക്ക് ജാസ്മിൻ, സിജോ, ശ്രീരേഖ. ടണലിലേക്ക് അപ്സര, ശരണ്യ, നന്ദന, സായി. ഇതിനകത്ത് സായി ക്യാപ്റ്റൻ, ജിൻഡോ ക്യാപ്റ്റൻ, സിജോ ക്യാപ്റ്റൻ. ഡെൻ ടീമിന് ബാത്റൂം, നെസ്റ്റ് ടീമിന് കിച്ചൺ, ടണൽ ടീമിന് ഫ്ലോർ. ഇങ്ങനെ ടീം തിരിക്കുകയാണ്. പിന്നീട് അൻസിബയും ഋഷിയുമായിട്ട് സംസാരിക്കണം. അൻസിബ പറയാണ് എടാ പണിയെടുക്കാതെ ഇരുന്നതാണ് അയാൾ, ആര്, സായി ഇവിടെ ടാസ്ക് കളിക്കാനാണ് വന്നത്, പണിയെടുക്കാനല്ല. അയാൾ ഇവിടെ കാണിക്കുന്നത് ഒരു പണിയെടുക്കാതെ ടാസ്ക് കളിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അൻസിബ
എടാ നല്ല ആൾക്കാർ ഔട്ടാവും. ഇപ്പം നോക്കിക്കോ, നന്ദനെ ഇടം വലം നോക്കാതെ പറയുന്ന ആളാണ്. ജിൻഡോയും അതുപോലെ തന്നെ. പിന്നീട് ഗബ്രിയുടെ ഇഷ്യൂ ആണ് ഇന്നലെ നമ്മൾ പ്രൊമോയിൽ കണ്ട ഇഷ്യൂ. ജാസ്മിനും നന്ദനയും ജിൻഡോയും ശ്രീരേഖയും കൂടി ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് നന്ദനെ അടുത്ത്, ഗബ്രി എന്നുണ്ടെങ്കിൽ ആരുടെ മുഖത്ത് നോക്കി പറയും എന്നാണ് പറയുന്നത്. അപ്പം ആ ശരിയാണ് എന്ന് നന്ദന പറയുമ്പോൾ ജിൻഡോ അത് കേട്ടിരുന്നില്ല, നിങ്ങൾ രണ്ടുപേരോട് എന്നെ പറ്റി പുറത്തിരുന്ന് കുറ്റം പറഞ്ഞില്ലേ, നീ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അവൻ ഇവിടെ നിന്ന് പോകാൻ കാരണം നീയാണ് അവൻ്റെ തകർത്തത് എന്നെല്ലാം പറയുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ പറയുന്നു. രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. ജാസ്മിൻ പക്ഷേ ജിൻഡോയെ താറ്റി അടയ്ക്കുന്നു. നിങ്ങൾ കള്ളനാണ്, പൊട്ടനാണ്, മണ്ടനാണ്, അതാണ് ഇതാണ്, പട്ടി കുരയ്ക്കും പോലെ വാ കാ കാ ബോ ബോ എന്ന് പറഞ്ഞു വിടുന്ന നിങ്ങൾ കുരയ്ക്ക്, നിങ്ങളെ കൊണ്ട് അതിനെ പറ്റത്തുള്ളൂ. ജിൻഡോയും തിരിച്ച് പറയുന്നു, ജാസ്മിനും പറയുന്നു, രണ്ടുപേരും കണക്ക് പറയുന്നു. അങ്ങനെ പിന്നീട് ശ്രീതുവും അർജുനും കൂടി. ശ്രീതു പറയാണ്, ഋഷി ഒരു സെലോടേപ്പ് ഇതായി ജിൻഡോയുടെ വായിൽ ഒട്ടിച്ച് വെക്കട്ടെ. അടുത്ത് ജാസ്മിൻ, നന്ദന, ശ്രീരേഖ ഇവരിയ്ക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ പറയാണ്, കേട്ട് നിന്നവർക്ക് അറിയാം ജിൻഡോ എന്തൊരു കള്ളനാണെന്നുള്ളത്. നിങ്ങൾ വയൽക്കാടായിട്ട് വന്നതല്ലേ നന്ദനെ, ശരണ്യെ നോറയെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ കേട്ടതല്ലേ, ഞാൻ തുണിമാറാൻ കയറിയപ്പോൾ ഞാൻ ഗബ്രിക്ക് കാണിച്ചു കൊടുക്കാനാണോ വിളിച്ചിരുത്തിയെന്ന് ശരണ്യെ നോറയെ പറഞ്ഞു എന്ന് ഈ ജിൻഡോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടതല്ലേ. ഗബ്രിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെടും. നിലവാരമില്ലാത്ത ആളാണ് ജിൻഡോ എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പം നന്ദന, ചേച്ചിയായിട്ട് നിൽക്കാൻ കിട്ടിയ അവസരമാണ്, അത് പ്രൂവ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ശ്രീരേഖ, നിന്നെ ട്രിഗർ ആക്കാനാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ജാസ്മിൻ, അത് നാളെ ഞാൻ കുറേ മിണ്ടാതിരിക്കും, ഞാൻ എപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു. ഇവൻ്റെ ഈ ജിൻഡോയോട് എനിക്ക് നന്ദിയാണ്, ഇപ്പോൾ അവനോട് ഉടക്കുണ്ടാക്കിണ്ടല്ലോ അവൻ്റെ റിയൽ സ്വഭാവം പുറത്തു വന്നത്. അപ്പം നോറയും അൻസിബയും കൂടി. നോറ പറയാണ്, അറ്റ് സം ടൈം അവന് ഹേർട്ട് അല്ലെങ്കിൽ ബായ് പറയില്ലായിരുന്നു, അവന് ഹേർട്ടായി, അതുകൊണ്ടാണ് അവൻ ജാസ്മിൻ്റെ അടുത്ത് ബായ് പറയാത്തത്. അപ്പോൾ അൻസിബ, അതിനാണ് അവൾ മോങ്ങിക്കൊണ്ട് നടന്നത്. ഞാൻ ഗെയിം അവസാനിപ്പിച്ചു എന്ന് അവൻ പറഞ്ഞിട്ട് പോയി. അപ്പോൾ അവൻ്റെ ഗെയിമിലുള്ള കാര്യമാണ്, അതാണ് അവൻ പോയി. അപ്പോൾ നോറ, അവനായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എത്ര ദൂരം മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ അൻസിബ, ലാസ്റ്റ് വരെ നിന്നേനെ അവനായിട്ടാണ് അവൻ നിന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ ജിൻഡോയും സിജോയും കൂടെ മാറി നിന്നിട്ട് ജിൻഡോ പറയാണ്, അവൻ ജയിലിലായിരുന്ന സമയത്ത് എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു. ഇവർ രണ്ടുപേരുടെ കുറ്റം പറഞ്ഞു. അപ്പോൾ സിജോ, നിങ്ങൾ ആർക്കെതിരെയാണ് ഇപ്പം നിൽക്കുന്നത്? അപ്പോൾ ജിൻഡോ, ഞാൻ പവർ റൂമിനെതിരെ. അപ്പോൾ സിജോ, ഇവരുടെ കോംബോയാണ് ഇപ്പോൾ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്, ജാസ്മിൻ്റെയും ഗബ്രിയുടെ. അൻസിബ നോറ സംസാരിക്കണം. അൻസിബ പറയാണ്, നീ ചീപ്പ് എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയായില്ല, ചീപ്പ് ഗെയിം എന്ന് നിനക്ക് പറയായിരുന്നു ആ ജിൻഡോയെ. അപ്പം നോറ പറയണം, ഓക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. പിന്നീട് അൻസിബ പറയാണ് പവർ റൂമിൽ ഇരുന്നുകൊണ്ട്, ശ്രീരേഖ എന്ന് പറഞ്ഞാൽ കള്ളക്കരച്ചിലാണ്. ഐസ്ക്രീമിൻ്റെ കേസിൽ നന്ദന നിരപരാധിയാണ്. ശ്രീരേഖ ഭയങ്കര ആക്ടിങ് ആണ്. റസ്മിൻ ചോദിച്ചു ഓക്കെ അല്ലേ എന്ന് വന്നിട്ട് റസ്മിനെ കുറിച്ചെടുത്ത് കുറ്റം പറയാൻ ആരടുത്ത്? നോറയുടെ അടുത്ത് ഒറ്റയ്ക്കേ ഉള്ളൂ. റസ്മിൻ ചോദിച്ചു ഓക്കെ അല്ലേ എന്ന് എൻ്റെ അടുത്ത് വന്നു, നീ മോന്താ തളർന്നിരിക്കുന്നത്, നീ ഓക്കെ അല്ലേ എന്ന്. ഇതിൻ്റെ അപ്പുറത്ത് ഇത് അനുഭവിച്ചിട്ടാണ് ഞാൻ വന്നത്, പിന്നെയാണ് ഞാൻ തളർന്നിരിക്കുക പോലും. ശ്രീരേഖ, നന്ദന, അപ്സരായിരുന്നു സംസാരിക്കുന്നത്. ശ്രീരേഖ പറയാണ്, ഞാൻ എല്ലാവരോടും ചോദിക്കാറുള്ളതാണ് ഈ കാര്യമൊക്കെ. അപ്പുറത്തെ റൂമിൽ ഇരുന്നവർ കേൾക്കുകയാണ് കുറച്ചൊക്കെ. അടുത്ത് നോമിനേഷനാണ്. ഡയറക്റ്റ് പവർ റൂം ശരണ്യെ നോമിനേറ്റ് ചെയ്യുന്നു. ഇവിടെ കാലിബർ ഉള്ള ആളാണ് എന്നിട്ട് അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശ്രീതു, നന്ദനയുടെയും അപ്സരയുടെയും പേര്, അർജുൻ ശ്രീരേഖയുടെയും നന്ദനയുടെയും പേര്, നോറ ജിൻഡോയുടെയും ശ്രീതുവിൻ്റെയും പേര്, അഭിഷേക് ശ്രീരേഖ ശ്രീതു, റസ്മിൻ സിജോ ശ്രീരേഖ, അൻസിബ ശ്രീരേഖ ശ്രീതു, ഋഷി നന്ദന സിജോ ശ്രീരേഖ അപ്സര, ജാസ്മിൻ ശ്രീതു ജിൻഡോ, ശ്രീരേഖ ജിൻഡോ അർജുൻ, സായി ശ്രീരേഖ ശ്രീതു, നന്ദന ശ്രീരേഖ ശ്രീതു, അപ്സര സിജോ ശ്രീതു, ശരണ്യ നന്ദന ശ്രീരേഖ, ജിൻഡോ ശ്രീരേഖ നന്ദന. അങ്ങനെ അപ്സരയ്ക്ക് 2 വോട്ട്, ജിൻഡോയ്ക്ക് 3 വോട്ട്, സിജോയ്ക്ക് 3 വോട്ട്, നന്ദനയ്ക്ക് 5, ശ്രീതുവിന് 7, ശ്രീരേഖയ്ക്ക് 9, ശരണ്യ ഡയറക്റ്റ് നോമിനേറ്റഡ്. അങ്ങനെ 7 പേര് നോമിനേറ്റഡ് ആവാണ് ഈ ആഴ്ച. അതിനുശേഷം ഇവർക്കൊരു സ്പോൺസേർഡ് ടാസ്ക് വരുവാണ്. നമ്മുടെ ഒരു എന്താ പറയുക, ലോയിഡിൻ്റെ AC ഒരു സ്പോൺസേർഡ് ടാസ്ക്കാണ്, അത് കഴിയുന്നു. പിന്നീടാണ് രാത്രി ബിഗ് ബോസ് ഹോട്ടൽ ടാസ്ക് തുടങ്ങാൻ പോവാണ്. സിജോ വായിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഹോട്ടൽ ടാസ്കിലേക്ക് ഹോട്ടലാണ്, ആളെ ആവശ്യമുണ്ട്. പവർ ടീമാണ് ഹോട്ടൽ നയിക്കുന്നത്. ഹോട്ടലിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നാളെ കിച്ചൺ, ഹൗസ് കീപ്പിംഗ്, അങ്ങനെ ഇങ്ങനെ പല തസ്തികകളിലേക്ക് ആയിട്ട് മേഖലകളിലേക്ക് ജോലി നോക്കുന്നവർക്ക് പരമാവധി യൂസ് ചെയ്യാം. 24/7 കിച്ചൺ ആക്റ്റീവായിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എല്ലാം കൊടുക്കാൻ തയ്യാറായിരിക്കണം. അതിഥികൾ വരും. വൈകുന്നേരം തട്ടുകട കൂട്ടണം. പിന്നെ നിങ്ങൾക്ക് ഹൗസ് കീപ്പിംഗ്, റൂം, സെക്യൂരിറ്റി, ലോണ്ടറി എല്ലാം ഉണ്ടായിരിക്കണം. കസ്റ്റമറെ തൃപ്തിപ്പെടുത്തണം. ഹോട്ടൽ അതിഥിയെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം. സ്പാ മസാജ് ഉണ്ടായിരിക്കണം. ഇവിടെ ഹോട്ടലിൽ പ്രത്യേകമായിട്ടുള്ളൊരു സ്പെഷ്യൽ റോബോട്ട് ഉണ്ടായിരിക്കണം. ചലഞ്ചിങ് ടാസ്ക് ആണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ചലഞ്ചിങ് ടാസ്ക് ആണ്. പവർ ടീമിനെ അടുത്ത ആഴ്ച നിങ്ങൾ ഈ ചലഞ്ചിങ് ടാസ്കിൽ ആരാണോ ജയിക്കുന്നത് അവർ പവർ ടീമിൻ്റെ കൂടെ നേരിട്ട് യുദ്ധം ചെയ്താണ് അടുത്ത ആഴ്ചയിലെ പവർ ടീം ആവുന്നത്. ഏറ്റവും കൂടുതൽ പോയിന്റ് ആർക്കാണോ ലഭിക്കുന്നത് അവരാണ് പവർ ടീം ആവുന്നത്. അവരാണ് ഈ ആഴ്ച പവർ ടീമുമായിട്ട് മത്സരിക്കുന്നത് എന്ന് പറയാണ്.
അപ്പം പവർ ടീമിന് എന്ത് നടപടിയും ജോലി ചെയ്യാത്തവർക്കെതിരെ എടുക്കാമെന്നും പറഞ്ഞിട്ട് നാളെയാണ് ടാസ്ക് തുടങ്ങുന്നതെന്നും പറയുന്നു. പിന്നീട് എന്താ ഇത് കഴിയുന്നു. പ്ലസ്സിൽ സിജോ നന്ദന അടുത്ത് പറയുന്നത് നോറയുടെ വായിലുള്ള നാക്കുണ്ടല്ലോ, ആ നാക്കിൻ്റെ ചിലപ്പിന് ഞാൻ എന്തിന് വാല്യൂ കൊടുക്കുന്നു, തെറിച്ചു പോയ അഴുക്കാണ് റസ്മിൻ. അപ്പം അവരുടെ ഉദ്ദേശം ഞാൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. അവർ എന്നെ പവർ റൂമിൽ കയറ്റാൻ വേണ്ടിയിട്ട് തീരുമാനമൊക്കെ എടുത്തിരുന്നു. എന്തിനാണ്? ഞാൻ പവർ റൂമിനകത്ത് കയറിയിട്ട് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കുമ്പോൾ ഞാൻ ഗ്രൂപ്പ് കളിക്കല്ല, ഞാൻ മാത്രം മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പോട്ടേറ്റിക്കാൻ നടക്കൂല. അത് അപ്സരയും ശരണ്യം സംസാരിക്കുകയാണ്. ശരണ്യ പറയണേ, എടാ അറിയാമല്ലോ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ എല്ലാവരും നോമിനേറ്റഡ് ആവും, അതിനുവേണ്ടി ഇവർ ചെയ്യുന്നതാണ്. അപ്പോൾ അപ്സര നമ്മളിൽ ഒരാൾ പോകും. അപ്പോൾ ശരണ്യ പറഞ്ഞു ഒന്നല്ല ഒന്നിലധികം ആൾക്കാർ പോകും, നീ നോക്കിക്കോ. അടുത്ത് സിജോയും നന്ദനയോടെ ഇരിക്കുന്നു. അപ്പോൾ സിജോ പറയാണ്, നിന്നോട് എന്നെപ്പറ്റി പലരും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് വേണമെങ്കിൽ വിശ്വസിക്കാം, ഞാൻ ഒരു കുത്തിത്തിരിപ്പും ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല. ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ ആ സെൻസിലേ എടുക്കുള്ളൂ. എൻ്റെ അടുത്ത് ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റസ്മിൻ്റെ ഫേസ് ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല. നോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷവിത്താണ്, അതും വന്നിട്ടില്ല. പിന്നെ ഋഷിയുടെ കാര്യം അറിയാമല്ലോ, അതും വന്നിട്ടില്ല. അപ്പോൾ ജിൻഡോ അങ്ങോട്ട് വരുന്നു, ശ്രീരേഖ വരുന്നു, സായി വരുന്നു. അപ്പോൾ സിജോ പറയാണ്, ടണലിൽ അവരാദ്യം എന്നെ ടണൽ ടീമിലാണ് ഇട്ടത്, എന്നിട്ട് പെട്ടെന്ന് എൻ്റെ ടീം മാറ്റി നെസ്റ്റ് ആക്കി. കാരണം ടണൽ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ പവർ റൂമിൽ ഡിസ്കഷൻ കേൾക്കാം. ഞാനെങ്ങാനും ഡിസ്കഷൻ കേട്ടാൽ ഇവർക്കെതിരെ കളിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് എന്നെ പിടിച്ചവർ നെസ്റ്റ് ടീമിൽ ഇട്ടത് എന്ന് പറയുന്നു. എന്നിട്ട് ഡയറക്റ്റായിട്ട് ആരെ നോമിനേറ്റ് ചെയ്യാം നമ്മുടെ ഈ വീക്കിലേക്ക്. അപ്പം അഭിഷേക് ശ്രീകുമാർ പറയാണ് പവർ റൂമിൽ എല്ലാവരുടെ എന്താണ് ഡിസ്കഷൻ. അഭിഷേക് പറയുന്നു സേഫ് ഗെയിം കളിക്കുന്നവരെ. അപ്പോഴാണ് അൻസിബ പറയുന്നത് ശരണ്യയോ ശ്രീരേഖയോ പറയാം. ഇവിടെ പിടിച്ചു വെച്ച് ശ്രീരേഖ ഓരോ സെൻറ്റിമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരണ്യ വേണോ ശ്രീരേഖ വേണോ ഡയറക്റ്റ് നോമിനേഷൻ? ഇമോഷണൽ ഡ്രാമ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ശ്രീരേഖ തെറിക്കും. കുറേ ഇവർ രണ്ടുപേരും വന്നിട്ട് ശരണ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ബേബിയെ പോലെ നടക്കുകയാണ്. നമ്മളടുത്തൊന്നും കാണിക്കുന്നതൊക്കെ ഫേക്കാണ്. എന്നെ നോമിനേഷൻ ഇവിടെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ നോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ശ്രീരേഖ ചേച്ചി ഫേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടർ ഫേക്കാണ്. പിന്നെ നമ്മൾ അപ്പം എന്നിട്ട് പറഞ്ഞു കൊടുക്കണം, നമ്മൾ ശ്രീരേഖയുടെ പേര് പറയണ്ട, ശ്രീരേഖയുടെ പേര് എല്ലാവരും പറയും, ശരണ്യയുടെ പേര് നമുക്ക് പറയാം, ശ്രീരേഖയുടെ പേര് എല്ലാവരും പറയും, രണ്ടുപേരെ നോമിനേഷനിൽ വരും എന്നിങ്ങനെ അൻസിബ ഇത്രയും പറയാണ്. ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്ന നിലയിൽ പുറത്തിറങ്ങിയിട്ട് അഭിഷേക് പറയാണ്, സായി പറയാണ് ജയിലിൽ കിടന്നപ്പോൾ എനിക്ക് അൻസിബയുടെ ബുദ്ധി മനസ്സിലായതാണ്, അത് ഇങ്ങനെ സ്ട്രൈറ്റ് ആണ്. അപ്പോൾ അഭിഷേക് അയ്യോ കാഞ്ഞ ബുദ്ധിയാണ് അവൾക്ക്. അപ്പോൾ സായി കുതിര പോലെയാണ് അവൾ, അത് ഉദ്ദേശിച്ച പോലെ ആളല്ല അവൾ, പറയണ പോയിന്റ് ഉണ്ടല്ല. അപ്പോൾ അഭിഷേക് പറയണ പോയിന്റ് ഉണ്ടല്ല, അത് കേൾക്കണം, അതാ ഇങ്ങനെ ലെവലിലാണ് അവൾ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ സായി പവർ റൂമിനകത്ത് നീ ഒരു കാര്യം ആലോചിക്കണം, ഞാൻ പവർ റൂമിലുണ്ടാകുന്ന സമയത്ത് ഞാൻ പവർ റൂമിനകത്തിരുന്ന് എന്തോന്നാണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് എല്ലാവരും അനുസരിച്ചുകൊണ്ടിരുന്നത്. പുറത്തിറങ്ങിയിട്ട് അവർ പറയുന്നതാണ് ഞാൻ അനുസരിക്കുന്നത് എന്നുള്ള ലെവലിൽ വരും. അതാണ് നല്ലതും അത് തന്നെയാണ്. പിന്നീട് സായി പറയണം നമ്മൾ തമ്മിലുള്ള ഈ പറയുന്ന റാപ്പ് അവരറിയണ്ട. അപ്പം റസ്മിനും അപ്സരയും കൂടി റസ്മിൻ പറയാണ് നമ്മളെ എന്തിനാണ് ചേച്ചി ബാക്കിയുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അപ്പോൾ അപ്സര അവർ ധരിക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ട് അപ്പോൾ തെറ്റായില്ലേ. അപ്പോൾ റസ്മിൻ ഞാൻ ആ പറയുന്ന സാധനം ക്ലിയർ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അപ്സര നീ പോയി അവളുടെ അടുത്ത് പോയി ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ റസ്മിൻ ആദ്യം ഹേർട്ടായ കാര്യം എനിക്ക് ബോധിച്ചു, പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ചോദിച്ചില്ല. ശരണ്യയും ശ്രീതും കൂടെ സംസാരിക്കുന്നു. ശരണ്യ പറയുന്നത് ഇവിടെ നിന്നെയും അർജുനയോടെ ടാർഗറ്റ് ചെയ്യാൻ പവർ റൂം നോക്കും. അപ്പോൾ ശ്രീതു ചേച്ചി നമ്മളെക്കുറിച്ച് ചേച്ചിക്ക് എന്താ തോന്നുന്നത്. അപ്പോൾ ശരണ്യ നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് എനിക്കറിയാം. ശ്രീതു അവർ ജാസ്മിനെയും ഗബ്രിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് വേറെ ഇത് വേറെ. ജാസ്മിൻ ഒറ്റയ്ക്കിരുന്ന് പറയാണ് ഗബ്രി നീ എന്തിനാ പോയേ, വേറെ ആരോടും പോയി എനിക്ക് സംസാരിക്കാൻ തോന്നില്ലടാ, ഞാൻ എന്താ പറയുക, എനിക്ക് പ്രാന്താണെന്ന് ഈ വീട്ടിലുള്ളവർ കരുതുള്ളൂ. സിജോയും അർജുനും സംസാരിക്കുന്നു. സിജോ പറയാണ് ഈ ക്യാമറ നോക്കിയിട്ടാണ് ഈ നോറ കരഞ്ഞ് മെഴുകി ആവശ്യമില്ലാത്ത കണ്ടന്റുകൾ മൊത്തം വെളിയിലോട്ട് കള്ളത്തരങ്ങൾ വെളിയിലോട്ടുകൊണ്ടിരിക്കുന്നത്. ജാസ്മിനും സിജോയും കൂടെ മെയിൻ ഇൻസിഡൻറ്റ് ഇതാണ്. ജാസ്മിൻ പറയുന്നു നാക്ക് വെച്ച് തോന്നിവാസം പറയാം എന്നുള്ള ഒരു ലെവലിലാണ് നോറ പെരുമാറുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൺഫഷൻ റൂമിൽ രണ്ടാമത്തെ ആഴ്ച ചിന്നു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പ്രശ്നമുണ്ടെന്നുള്ള കാര്യം. പിന്നെ നമുക്ക് മനസ്സിലാവൂലേ, എന്നിട്ട് നമുക്ക് നെഗറ്റീവാണെന്ന് അറിഞ്ഞിട്ടും എങ്ങനെയാണെങ്കിൽ ഗബ്രിക്ക് കളി മാറ്റി പിടിക്കാമല്ലോ, ലാലേട്ടൻ വരെ പറഞ്ഞു, എന്നിട്ട് അവത് മാറ്റി പിടിച്ചില്ല. അപ്പോൾ സിജോ പറഞ്ഞു അതെ നിങ്ങൾ അഡിക്റ്റഡ് ആയിപ്പോയി, ഞാൻ തെറ്റായ രീതിയിൽ പറഞ്ഞതല്ല. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു അത് എങ്ങനെ വേണോ കരുതിക്കോട്ടെ, അഡിക്റ്റഡ് ആയിരുന്നു എങ്ങനെ വേണോ. റസ്മിൻ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. അപ്പോൾ സിജോ നിങ്ങൾ ക്ലാരിറ്റി കൊടുക്കണമായിരുന്നു. അപ്പോൾ ജാസ്മിൻ എടാ എനിക്കത് കൊടുക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. ഗബ്രി പോയതിന് കൃത്യമായ ഉത്തരം നിനക്കറിയാമോ? എനിക്കറിയില്ല, എനിക്ക് എന്താ ഉത്തരവെന്ന് എനിക്കറിയില്ല. പിന്നീട് പവർ ടീമിൻ്റെ മീറ്റിംഗ് ആണ്, എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പവർ ടീം പറയുന്നു, അൻസിബയെ നോറയും കൂടെ പറയാണ്. അൻസിബ പറയുന്നു ബെഡ്റൂം ക്ലീനിങ് അവരവർ തന്നെ ചെയ്യണം, അവരവരുടെ പുതപ്പുകൾ മടക്കി വെക്കുക, ബെഡ് ക്ലിയർ ആക്കാതെ എല്ലാം അവരവർ തന്നെ ചെയ്യണം, ഹൗസ് ക്ലീനിങ് ടീം അത് ചെയ്യത്തില്ല. പിന്നെ സായി പണിയെടുക്കേണ്ട, സായിക്ക് വയ്യല്ലോ ഒരാഴ്ച പണിയെടുക്കേണ്ട. ഫ്ലോർ ടീം ഏരിയ ഇവിടെ ഹാളിലും അവിടെ മാത്രമേ ഉള്ളൂ, വേറെ ആരും ചെയ്യേണ്ട, നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം. പിന്നെ
ജോലി ആര് ചെയ്തില്ല അവരുടെ ടീമിലെ ക്യാപ്റ്റനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. ക്യാപ്റ്റനാണ് ശിക്ഷ കൊടുക്കേണ്ടത്. ആ ശിക്ഷ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ നടപ്പിലാക്കും. കിച്ചണിലെ ഈ പറയുന്ന കണക്ക് കിച്ചണിൻ്റെ തറ കിച്ചൺ ടീമാണ് തുടയ്ക്കാനുള്ളത്. അവർക്ക് എക്സ്ട്രാ പണിയൊന്നുമില്ലല്ലോ. അല്ല, അവർക്ക് എക്സ്ട്രാ പണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ നിയോഗിക്കും. അപ്പോൾ സിജോ പറയാണ് ഇത് കൊള്ളാം. അവിടെ ആഹാരവും ഉണ്ടാക്കി, അവിടെ മൊത്തമുള്ള അവിടുത്തെ മുകൾ ഭാഗവും തുടച്ച് വെസലും കഴുകി ഈ പറയുന്ന കിച്ചൺ ടീമും കുക്കിംഗ് ടീമും വെസൽ ടീമും കൂടെ പിടിച്ച് ഒന്നാക്കിയിട്ടേ അതിൻ്റെ പണി പറ്റുന്നില്ല. അപ്പോൾ ഈ ഫ്ലോർ ടീം കൂടെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. 3 പേരെ നമ്മൾ ഉള്ളൂ. നമ്മൾ 3 പേരെ ഒതുങ്ങിപ്പോയിട്ടും രാവിലെ നിങ്ങൾ ഉണ്ടാക്കാനുള്ള ഫുഡ് 3 നേരം ഉണ്ടാക്കാനുള്ള ഫുഡ് രാവിലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പണി കുറച്ച് കുറയ്ക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ ചെയ്യാൻ പറ്റത്തില്ല, അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അൻസിബ അംഗീകരിക്കണം. നിങ്ങളുടെ മെനു നമ്മൾ രാവിലെ തന്നെ തരാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പണി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ സമയം നമ്മളോട് പറ. അപ്പം നോറ പറയാണ് ഇത് മാത്രമല്ല, പ്ലേറ്റ് അവരവർ കഴിച്ച പ്ലേറ്റ് മഗ്ഗുകൾ സ്വന്തമായിട്ട് കഴുകണം. അപ്പോൾ ജാസ്മിൻ പേരെഴുതാത്ത മഗ്ഗപ്പം എന്തോ ചെയ്യും? ഇവിടെ പലരും അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. സിജോ നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യത്തില്ല. അപ്പോൾ ജാസ്മിൻ ഞാനൊരു കാര്യം പറയട്ടെ, ഈ വെസലും കുക്കിങ്ങും എല്ലാം കൂടെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഞാനൊരു കാര്യം പറയാം, കിച്ചൺ ടീമിൻ്റെ ഇതിലുള്ള ഫ്ലോർ, അടുക്കള ഭാഗത്തുള്ള തറ അടുക്കളക്കാർ തൂത്ത് തുടയ്ക്കണമെങ്കിൽ ഡെന്ന് ടീമിൻ്റെത് ഡെന്ന് തുടയ്ക്കണം, നെക്സ്റ്റ് ടീമിൻ്റെ തറ നെക്സ്റ്റ് തുടയ്ക്കണം, ടണൽ ടീമിൻ്റെ തറ ടണൽ തുടയ്ക്കണം. അത് 6 പോയിന്റ് ആയിരുന്നു ജാസ്മിൻ പറഞ്ഞത്. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ പറ, അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം നോറ അത് നമ്മൾ തീരുമാനിക്കും. ഞങ്ങൾ പറഞ്ഞു നിങ്ങളടുത്ത് ഓൾറെഡി, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ആ സമയത്ത് പറയാം. അപ്പം സിജോ പറയണേ ഇത് നമ്മുടെ ഡ്യൂട്ടി ആയിട്ടല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 8 ആഴ്ചയായിട്ട് ഇങ്ങനൊരു സംഭവം ഇല്ലല്ലോ, ഇത് നമ്മുടെ ഡ്യൂട്ടി പോലെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റസ്മിൻ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് പണി ആര് ചെയ്യണം എന്നുള്ളത് പവർ തീരുമാനിക്കും. ഞങ്ങൾക്ക് മര്യാദ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് പണി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളെ പറ, നമ്മൾ മാറ്റി തരാം കുറച്ചൊക്കെ എന്ന്. അപ്പം ജാസ്മിനും സിജോ അല്ല അവിടുത്തെ കാര്യം തീരുമാനിക്കുന്നത്. അപ്പോൾ സായി ഞാൻ കൂടി കിച്ചൺ ടീമിൽ എന്തെങ്കിലും അരിയാൻ നിൽക്കുക, എനിക്ക് വേറെ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അത് ചെറിയ എന്തെങ്കിലും പണി നിങ്ങൾ ചെയ്താൽ വലിയൊന്നും ചെയ്യേണ്ട അൻസിബ പറയുന്നു. പിന്നീട് നോറ, അൻസിബ, റസ്മിൻ, അഭിഷേക് ഇവർ പവർ റൂമിലിരുന്ന് പറയുകയാണ്. നോറ പറയണം ഇനി ഞാൻ എന്തെങ്കിലും വിസിബിളി സംസാരിക്കാൻ പോകുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യരുത്. ഇപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല, ഇനി ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ആരും എന്നെ സ്റ്റോപ്പ് ചെയ്യരുത്. അപ്പം റസ്മിൻ അവർക്ക് പണിയെടുക്കാതിരിക്കാനുള്ള അടവാണെന്നേ, പണിയെടുക്കാതിരിക്കാനുള്ള അടവ്. അപ്പം മാക്സിമം ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കണം. അൻസിബ പറയണം മാക്സിമം ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കണം. മുങ്ങാനുള്ള അടവാണ്, പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ, ഇവരെ കൊണ്ട് പരമാവധി നമ്മൾ കിച്ചൺ ടീമിനെ കൊണ്ട് പണിയെടുപ്പിക്കണം. അപ്പം സിജോയും ജാസ്മിനും സിജോ പറയാണ് ജിൻഡോ ഞാൻ വന്ന സമയത്ത് ജിൻഡോ എൻ്റെ പറഞ്ഞു എന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടടാ, അതെല്ലാം ഗെയിമിൻ്റെ ഭാഗമായിട്ട് നീ എടുക്കണമെന്ന് പറഞ്ഞു, എനിക്ക് അവിടെ കൊണ്ട് എല്ലാം തീർന്നു. അപ്പം അപ്പം ജാസ്മിൻ പറയാണ് എടാ നോറ ഉണ്ടല്ലോ, നോറ എന്ത് ജനങ്ങളിൽ എത്തരുത് എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഇന്നലെ ഞാൻ ഗബ്രിയും കൂടെ ഔട്ടായി പോയ സമയത്ത് ഇവൾ ഗാർഡനിൽ ബ്ലൈൻഡ്സ് ഇട്ട സമയത്ത് ഇവളുടെ ഒരു ചിരിയും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടതാണ്. അപ്പോൾ സിജോ ഇവളുടെ ഒരു സാഡിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള ആളാണ്, നിനക്കറിയാമല്ലോ. ഒരാളുടെ സങ്കടം കണ്ടിട്ടാണ് അവൾക്ക് സന്തോഷം വരുന്നത്. പിന്നീട് രാത്രി ജിൻഡോ ബാത്റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടി ഇവിടെ ബാത്റൂമിൽ ഒരാളുടെ തുണി ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആകെ ഭയങ്കര അടിയാവുകയാണ്. അപ്പോൾ സിജോ പറയുന്നുണ്ട്, സിജോ കൊണ്ടുവന്നിട്ട് പവർ ടീമിൻ്റെ മെമ്പർ അല്ലേ ഇത് ചെയ്യുന്നത്, അപ്പോൾ അത് തെറ്റല്ലേ? രാവിലെ മുതൽ ഈ തുണി ഇവിടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, ഇത് തെറ്റാണ്. അപ്പോൾ ജിൻഡോ പറയണം ഞാനിത് പറക്കിയെടുത്ത് ദൂരെ കളയും. അപ്പോൾ ഋഷി ഇവിടെ ഗുണ്ടായുസം നടക്കത്തില്ല. അപ്പോൾ അഭിഷേക് ഇത് ആദ്യമായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ ജാസ്മിൻ രാവിലെ മുതൽ ഇവിടെ ഉള്ള തുണിയല്ലേ, ഇതെടുത്ത് ഇവിടെ നിന്ന് മാറ്റണം. തുണി കൊണ്ട് പോകാനാണ് പതിവ്, രാവിലെ കഴുകിക്കൊണ്ട്, അല്ലാതെ പിന്നെ എന്നിവിടെ വെക്കാൻ പറ്റത്തില്ല. അപ്പോഴാണിത് നോറയുടെ തുണിയെന്ന് അറിയുന്നത്. നോറ വന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അങ്ങനെ, ഞാൻ പറഞ്ഞു ഇനിയാണോ പറയുന്നത്, ഞാൻ ചെയ്യൂല എന്നല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ ജാസ്മിൻ നന്മമരം ആദ്യം നന്മമരം, പിന്നെ കണ്ണീര്, പിന്നെ ബോൾനെസ്, കൊള്ളാം മാറ്റം. അപ്പം എനിക്ക് ദേഷ്യപ്പെടാൻ നോറ പിന്നീട് അൻസിബെടുത്ത് പറയണേ എനിക്ക് ദേഷ്യപ്പെടാൻ തോന്നണില്ല. അപ്പോൾ ജാസ്മിൻ വേഗം തുണി കഴുകി ഇറങ്ങ്, 15 മിനിറ്റ് സമയം തരും, നീ ഇത്ര നേരം തുണി എനിക്ക് കുളിക്കണം, മര്യാദയ്ക്ക് തുണി കഴുകി ഇറങ്ങ്. അൻസിബയും ഋഷിയും നോറ ഇരുന്ന് പറയുകയാണ് അത് എനിക്ക് അവിടുന്ന് ദേഷ്യപ്പെടാൻ എനിക്ക് തോന്നല്ല, ഞാൻ കാരണം അവിടെ ഒന്ന് കുളിച്ച് കണ്ടല്ലോ. അപ്പോൾ അൻസിബ നീ പ്രവോക്ക് ആവരുതടാ. ഞാൻ എന്തിന് പ്രവോക്ക് ആവുന്നത്? അന്നേരം ജിൻഡോ ചേട്ടനോട് ഉടക്കൂടെ വന്നപ്പോൾ ജിൻഡോ ചേട്ടൻ പറഞ്ഞു നീ എൻ്റെ സ്പേസ് എടുക്കാൻ എനിക്കറിയാം, നീ നിൻ്റെ കാര്യം നോക്കുന്നത് ജിൻഡോ ചേട്ടൻ പറഞ്ഞു. അപ്പം അൻസിബ പറയാണ് സിജോയും ജാസ്മിനും കൂടെ കണ്ടന്റ് ഇല്ലാതെ നടക്കുകയാണ്, എനിക്ക് പിന്നെ ഭയങ്കര കണ്ടന്റ് ആണല്ലോ. പിന്നെ ലക്ഷറി സാധനങ്ങൾ വരുന്നു, നന്ദൻ അതിൽ നിന്ന് 2 റാക്ക് മുട്ട അടിച്ച് മാറ്റുന്നു, അത് കയ്യോടെ പിടിച്ച് അവിടെ ഏൽപ്പിക്കുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, പ്രൊമോയുടെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.